അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷീജ. ഞാൻ UK നിന്നാണ് വരുന്നത്. 2022 ഞാനൊരു സീനിയർ കെയർ വിസയിലാണ് UK പോയത്. എനിക്കൊരു 15 വർഷത്തെ ഗ്യാപ്പ് ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ്. എനിക്കൊരു 15 വർഷത്തെ ഗ്യാപ്പ് എൻ്റെ കരിയറിലുണ്ടായിരുന്നു. ഞാനവിടെ സീനിയർ കെയർ വിസയിൽ പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എന്നോട് അവർ CBT ആദ്യത്തെ കടമ്പെന്ന് പറഞ്ഞ CBT എക്സാം ആയിരുന്നു. അവരെന്നോട് CBT എക്സാം എഴുതണമെന്ന് പറഞ്ഞു. എഴുതാൻ ഒത്തിരി നിർബന്ധിച്ചതിന് പ്രകാരം, കാരണം ഞാനിതൊന്നും വേണ്ട, എനിക്ക് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നൊരു തീരുമാനത്തിലെത്തിയായിരുന്നു നിന്നിരുന്നത്. അവരുടെ നിർബന്ധപ്രകാരം ഞാൻ CBT എക്സാം എഴുതി. ഞങ്ങൾ CBT എക്സാം പ്രിപ്പയർ ചെയ്തത് തനിയായിരുന്നു. അന്നേരം മുതൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് ഒരു മെറിറ്റും ഇല്ല, ഞാൻ വെറും 0 ആയിരുന്നു. അങ്ങനെ ഞാൻ CBT എക്സാം എഴുതി. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം ഡേറ്റിൽ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരൊറ്റ ആൻസർ പോലും അറിയത്തില്ലായിരുന്നു. 3 മണിക്കൂറത്തെ എക്സാം ഞാനൊരു 1.5 മണിക്കൂറായപ്പോഴത്തേനും എഴുതി തീർത്തു. ബാക്കി 1.5 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവൾ പോകുമ്പോൾ എഴുന്നേറ്റ് പോകാം എന്ന വിചാരത്തിൽ ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസപ്രമാണവും പ്രത്യക്ഷീണ പ്രവർത്തനയും മാറി ഞാൻ 1.5 മണിക്കൂറോളം അവിടെ ഇരുന്ന് ചൊല്ലി. അത് കഴിഞ്ഞ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിശുദ്ധ ഉപ്പെടുത്ത് ഞാൻ കമ്പ്യൂട്ടറിൽ കുരിശ് വരച്ചതിന് ശേഷമാണ് എനിക്ക് അമ്മയല്ലാതെ വേറെ നിർവാഹമില്ല, ഞാൻ വെറും 0 ആയാന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം കുരിശ് വരച്ചതിന് ശേഷമാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഓൾറെഡി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നെ വെയിറ്റ് ചെയ്ത് പുറത്ത് വെപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് റിസൾട്ട് അറിയുമായിരുന്നു. എൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CBT പാസ്സായി. വീണ്ടും OSCE എന്നൊരു എക്സാം കൂടി ഉണ്ടായിരുന്നു. അതും ഞാൻ 5-6 മാസങ്ങൾക്ക് ശേഷമാണ്, അതും വേണ്ട, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് തന്നെ എഴുതിയപ്പം അവരും വീണ്ടും നിർബന്ധിച്ച് അവരെഴുതിയപ്പോൾ ചേച്ചി എഴുതെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിച്ചു. ഞങ്ങൾ 3 ദിവസത്തെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സും ബാക്കി 2 ആഴ്ചത്തെ ഓൺലൈൻ ക്ലാസ്സും ആയിരുന്നു. അതിനു മുമ്പ് എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ റൂമിൻ്റെ പുറത്ത് തൈലവും നെറ്റിയിൽ പുരട്ടി എൻ്റെ അമ്മയുടെ കാശുരവും എൻ്റെ കൈ മുറുകെ പിടിച്ചാണ് എക്സാമിന് പോയത്. എക്സാം റൂമിൻ്റെ പുറത്ത് ഞാൻ ഉരുപ്പിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ ഇനി ഒരു 2ാമതൊരു എക്സാം എഴുതാൻ എനിക്ക് ഇടവരുത്തരുതേ എന്ന്, എന്നെ ഇവിടേക്ക് വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. റൂമിൽ കയറി അതിനു മുമ്പും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എക്സാമിനറായിട്ട് വന്നാൽ മാത്രമേ ഞാൻ ഇത് ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു മെറിറ്റുമില്ല. കാരണം എനിക്ക് യാതൊരു ടച്ചും ഇല്ല. 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അമ്മ തന്നെ എൻ്റെ എക്സാമിനറായിട്ട് വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത്. ഞാൻ കയറിയപ്പോൾ ഒരു ഫീമെയിൽ എക്സാമിനറായിരുന്നു. നീല ഉടുപ്പിട്ട ഒരു എക്സാമിനറാണ്, യൂണിഫോം നീല കളറിട്ട എക്സാമിനറായിരുന്നു. പക്ഷേ എൻ്റെ ടെൻഷൻ മൂലം എന്തോ ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പാസ്സായില്ലെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞും ഭയങ്കര കരച്ചിലായിരുന്നു. 2-3 ദിവസം കഴിയുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. ഞാൻ അത്രയോ സമയം ജപമാലയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാറി ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് 10 സ്റ്റേഷനാണ് ഉണ്ടായിരുന്നത്. 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ OSCE പാസ്സായി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്ക് യാതൊരു 0-യിൽ നിന്നാണ് ഞാൻ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് കുറച്ച് ആളുകൾക്ക് ശേഷം എൻ്റെ പിൻ നമ്പർ വന്നു. പിൻ നമ്പർ വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ജോലി ചെയ്തെടുത്ത് എനിക്ക് നേഴ്സായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നെ അവിടുത്തെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾക്ക് റെൻറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വീട് ഞങ്ങൾ നോക്കാൻ തുടങ്ങി. ഞങ്ങൾ പോയിട്ടിപ്പോൾ 4 വർഷമാകുന്നു. കഴിഞ്ഞ 5-6 മാസങ്ങൾക്കും ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങി. വീട് നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മയ്ക്കും തിരുക്കുമാനും ഇഷ്ടമുള്ളൊരു വീട് ഞങ്ങൾക്ക് കണ്ടെത്തി തന്നെ. അങ്ങനെ ഞങ്ങൾക്കൊരു വീട് അവിടെ ശരിയായി. ഞാൻ തിങ്കളാഴ്ച 3-ാം തീയതിയാണ് പോകുന്നത്. അന്ന് തന്നെ ഞങ്ങൾക്ക് വീടിൻ്റെ കീയും കിട്ടും. അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ സാക്ഷി അന്ന് തന്നെ ഡ്യൂട്ടി, ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് എപ്പോഴും ചെയ്യുന്നത്. അന്ന് തന്നെ പറ്റിയില്ലെങ്കിലും 1-2 ദിവസത്തിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം എന്നും കൂടാറുണ്ട്. എല്ലാ സമയവും സാക്ഷ്യങ്ങൾ ഡ്യൂട്ടി സമയത്ത് നൈറ്റാണ്ട് എനിക്ക് സമയം കിട്ടും. അപ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കും, കൊന്ത ചെല്ലും. പിന്നെ രാവിലെ വന്ന് കിച്ചണിൽ പണിയുമ്പോഴൊക്കെയാണ് ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും ഷെയർ ചെയ്യും. കാണുന്നവരോടൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ സാലറിയുടെ ഒരു വിഹിതം അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങളെല്ലാവരും സഹായിക്കാറുണ്ട്.
പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. എത്ര സമയം കിട്ടിയാലും ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ശനിയാഴ്ചയാണ് പള്ളി വൈകുന്നേരത്തെ, കാരണം നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് രാവിലെ ഒന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും ഓടി വന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാത്രമേ ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. അങ്ങനെ അമ്മയ്ക്കും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുകയാണ്. സങ്കീർത്തനങ്ങൾ 143 10 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷീജ ജോസഫ് UK തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, താൻ UK ജോലിക്കായിട്ട് പോകുന്നത് സീനിയർ കെയർ വിസയിലൂടെയാണ് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ 15 വർഷത്തെ ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള നഴ്സിംഗ് സംബന്ധമായ എക്സാം പാസ്സാകുവാനായിട്ട് അതിൻ്റെ ഇയർ ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ CBT എക്സാമും OSCE എക്സാമൊക്കെ പാസ്സാകാനായിട്ട് എമ്മയെ കൂടുതലായിട്ട് സഹായിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തന്നെയാണ്. യാതൊരു വിധമായ മെറിറ്റുമില്ല, അവിടുത്തെ കൃപയിലൂടെ മാത്രമേ എനിക്കിത് സാധിക്കുകയുള്ളൂ. കാരണം വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന്, ഞാൻ വെറും സീറോയാണ്, പരിശുദ്ധ അമ്മയിലൂടെ മാത്രമേ എനിക്കിത് വിജയിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണെങ്കിലും എക്സാം എഴുതുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും അടയാളങ്ങളിലൂടെ സൂചന തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എക്സാമിനായിട്ട് വരുന്ന ആൾ ഒരു നീല ഉടുപ്പിൻ്റെ അടയാളമൊക്കെ പരിശുദ്ധമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് പാസ്സാകുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തു. ഒപ്പം തന്നെയാണെങ്കിലും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് OSCE എക്സാമിന് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും പരീക്ഷ ഫെയിലാകുന്നുള്ളൊരു ചിന്തയോടെ ഇറങ്ങിപ്പോരുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ തുടർന്നുള്ള പ്രാർത്ഥനയിലാണെങ്കിലും പ്രാർത്ഥനയോട് ചേർന്നാണെങ്കിലും ഈ അമ്മയ്ക്ക് നല്ലൊരു വിജയം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും എവിടെയാണോ ജോലി ചെയ്തിരുന്നത് അവിടെ തന്നെ സീനിയേഴ്സായിട്ട് ആ ഒരു കെയർ ഹോമിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. ഇനിയും മുമ്പോട്ടുള്ള ഈ അമ്മയുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും കുടുംബത്തെ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.